ദൈവത്തിൻ്റെ വചനത്തിന് നിന്നെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള പവറുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് നിന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ, നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാനുള്ള പവറുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് നിന്നെ സൗഖ്യമാക്കാനുള്ള പവറുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് ശൂന്യതയിൽ ചിലരെ ഉണ്ടാക്കിയെടുക്കാനുള്ള പവറുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് ഇല്ലാത്തതിനെ ചിലരെ ഉണ്ടാക്കാനുള്ള ശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലം ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നീ വേദപുസ്തകം വായിക്കുക, നീ ദൈവത്തെ ഏറ്റുപറയുക, മനഃപ്പാഠമാക്കുക. 1000 പ്രാവശ്യം ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. 5000 ഗുളിക കഴിക്കുന്നതിനേക്കാൾ വലുതാണ് 5000 പ്രാവശ്യം വേദപുസ്തകം എഴുതുക. 5000 ഗുളിക കഴിച്ചാൽ രോഗം മാറണമെന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിന് നിന്റെ രോഗത്തെ സൗഖ്യമാക്കാനുള്ള പവറുണ്ട്. ആ ശക്തി അനുഭവിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ അത് എപ്പോഴെങ്കിലും നീ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് മഹത്വം കൊടുക്കണം. കർത്താവേ, നിന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണ്, ഏത് ഉടയാത്തതിനെയും ഉടച്ചു മാറ്റാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം തേനിനേക്കാളും തേൻ കട്ടയേക്കാളും മധുരമുള്ളതാണ് എന്ന് പറഞ്ഞ നിന്റെ ജീവിതത്തിന്റെ ഏത് കയ്പിനെയും മാറ്റാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. ഹല്ലേലൂയ. ജീവിതത്തിന്റെ കയ്പ് മാറാൻ. ഹല്ലേലൂയ. ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു കയ്പിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ ആ കയ്പിൻ്റെ അനുഭവത്തെ മധുരമാക്കാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. മാറയെ മധുരമാക്കാൻ വെട്ടിയിട്ട ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിന് കഴിഞ്ഞെങ്കിൽ ആമേൻ, ക്രിസ്തുവാകുന്ന പച്ചമരത്തോട് ഇപ്രകാരം ചെയ്തുവെങ്കിൽ ഉണക്കമരത്തോട് എത്ര അധികമെന്ന് പറഞ്ഞ കർത്താവ്, ഈ ക്രിസ്തുവിനെ യേശു കർത്താവ് നമുക്ക് വേണ്ടി വെട്ടപ്പെട്ടത്, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത് നമ്മുടെ കയ്പിനെ മധുരമാക്കാനാണെങ്കിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനെ കൂടാതെ ഒന്നും ഉളവായില്ല എന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ താഴെ പറയുന്നു, വചനം അവൻ ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തു. ആ വചനം ക്രിസ്തുവായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ കയ്പിൻ്റെ അനുഭവങ്ങളിൽ, വേദനയുടെ അനുഭവങ്ങളിൽ കടന്നു വരുമ്പോൾ കയ്പ് മധുരമായി, അനുഗ്രഹമായി ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, ജീവിതത്തിൻ്റെ അർത്ഥങ്ങളെ മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. ആമേൻ. നിന്റെ നിരാശകളെ മാറ്റാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. നിന്റെ ജീവിതത്തിലെ ഭാരങ്ങളെ മാറ്റാൻ യേശുവിന് കഴിയും. ഈ വചനം നിന്റെ അകത്തോട്ട് വരുമ്പോൾ, ആമേൻ, ഈ വചനം നിന്റെ മേൽ പതിക്കുമ്പോൾ, ഈ വചനം നീ ഏറ്റുപറയുമ്പോൾ നിനക്ക് ജീവൻ കിട്ടും.